ഒട്ടകങ്ങളുണ്ട് ധാരാളം, അറുത്തു തിന്നാൻ മാത്രം ധാരാളം ഒട്ടകങ്ങൾ അവരെ കയ്യിലുണ്ട്. ഒരു ദിവസം തന്നെ 10 ഒട്ടകത്തെ അറുത്തു തിന്നാണ്. ഒരു ദിവസം ഒരു 10 ഒട്ടകത്തെ അറുത്ത് തിന്നാൽ എത്ര ആൾക്കാരുണ്ടാവും? 100 ആക്ക് തിന്നാം ഒരു ഒട്ടകം, 100 ആക്ക് തിന്നാം ഒരു ഒട്ടകം. അതും ഓരോ സ്ഥലത്തെത്തുമ്പോഴും സുബ്ഹാനല്ലാഹ് ആ ഒട്ടകത്തെ അറുത്തിട്ട് അവര് തിന്നുന്നു. ഇങ്ങനെ പിറ്റേ ദിവസം 9 ഒട്ടകത്തെ അറുക്കുന്നു. ഇങ്ങനെ പലയിടങ്ങളിൽ വെച്ചിട്ട് ആ ഒട്ടകത്തെ അറുത്ത് അവര് ഭുജിക്കുകയാണ്, ഖംറ് കുടിക്കുകയാണ്. വല്ലാതെ അർമാദിച്ചുകൊണ്ടാണ് അവര് ബദറിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുന്നത്. ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ ദുശകുനം നമ്മൾ പറഞ്ഞു, കണക്ക് നോക്കിയപ്പോ തന്നെ. ഇനി ഒട്ടകത്തെ അറക്കുമ്പോഴുണ്ടായിട്ടുണ്ട് ഒരു വല്ലാത്ത മുസീബത്ത്. ആദ്യം തന്നെ ഒട്ടകത്തെ അറക്കാൻ നേരം ആ ഒട്ടകം കുതറി ഓടി. എല്ലാ ടെന്റുകളിലേക്കും ആ ഒട്ടകത്തിന്റെ രക്തക്കറ തെറിച്ചുപോയി. അവര് ടെന്റ് കെട്ടി താമസിക്കാണ്, അടിച്ചു പൊടിക്കാണ്. അവിടെ എല്ലാ വാദ്യോപകരണങ്ങളുണ്ട്, ഡാൻസ് കളിക്കാന് അവർക്ക് പെണ്ണുങ്ങളുണ്ട്, മദ്യമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും അവരുടെ ഭാഷയിൽ അർമാദിച്ചിട്ടാണ് മദീനത്തെ രാജാവിനെ തകർക്കാൻ ബദറിലേക്ക് പുറപ്പെടുന്നത്. ആദ്യ ദിവസം തന്നെ ഒട്ടകത്തെ അറക്കുമ്പോഴും ദുശകുനമാണ്. ആ ഒട്ടകം കുതറി ഓടിയിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തക്കറ മുഴുവൻ ടെന്റുകളിലേക്കും എത്തുകയാണ്. അതിൽ എന്തോ ഒരു ദുസൂചനയുണ്ട്. ഓരോ സ്ഥലങ്ങളും മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് എവിടെ വെച്ചൊക്കെയാണ് അറുത്തതെന്ന്. രണ്ടാമത് ഉസ്മാനിൽ വെച്ചാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫാൻ അറുത്തത് 9 ഒട്ടകങ്ങളെയാണ്. മൂന്നാമത് ഹുദൈദ് എന്ന സ്ഥലത്ത് വെച്ചാണ് സുഹൈൽ ഇബ്നു അംറാൻ അറുത്തത് 10 ഒട്ടകങ്ങളെയാണ്. നാലാമത്തത് ശൈബത്ത് ഇബ്നു റബീഅയാണ് അറുത്തത്. ഇങ്ങനെ 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം ദിവസങ്ങളായി ഓരോരുത്തരും അവരുടെ കൈകളെ കൊണ്ട് അറവ് നടത്തിയിട്ട് അവര് ഭുജിക്കുകയാണ്, വല്ലാതെ അർമാദിക്കുകയാണ്. ഇരുന്ന് നെടുകളെ അറുകയും അത് ഭുജിക്കുകയും ഖംറ് കുടിക്കുകയും ഇടര ഭജദശ അടിക്കുകയും ദഫ് മണിക്കുകയും ചുള വിളിക്കുകയും. ഇരുന്ന് നെടിലുകളുടെ ഒട്ടകം അതിനറുത്ത് ഭുജിച്ച് ഖംറ് കുടിച്ച് അടിച്ച് പൊളിച്ച് ഇടര ഭജദശ എന്നൊക്കെ പറഞ്ഞ ഒരു ചെണ്ടയുടെ പേരാണ്. അതൊക്കെ അടിച്ചിട്ട് മുട്ടി ദഫിന്റെ ചെണ്ടന്റെയും താളത്തിലും മേളത്തിലും മത്തായി ഇങ്ങനെ നടക്കാണ്. ഹബീബായ തങ്ങളെ വധിക്കാനാണ്. അപ്പുറത്തോ റമദാനിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തിയേറിയ ചൂടാണ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വിവരം കിട്ടിപ്പോയി. നബിയേ, മക്കയിൽ നിന്ന് അബൂജഹലും സംഘവും ഇങ്ങനെ ഒരു പുറപ്പാട് നടത്തിയിട്ടുണ്ട്. അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടിട്ടുണ്ട്. വേറെ മാർഗത്തിലൂടെ അവർ രക്ഷപ്പെട്ടുപോയി. തങ്ങളെ ഇനി എതിർക്കാൻ വരുന്നത് അതേ അബൂജഹലും സംഘവുമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചു, സ്വഹാബാ, നമ്മളെ ലക്ഷ്യം വെച്ച അബൂ സുഫിയാനും സംഘവും മാറിപ്പോയിട്ടുണ്ട്. ഈ മക്കയിൽ നിന്നുള്ള വലിയ സൈന്യമാണ്, അവര് ചില്ലറക്കാരല്ല. എന്തു ചെയ്യണം സ്വഹാബാ? മദീനയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലുമുള്ളത്. 236 ആളുകളും അൻസാറുകളാണ് സംഘത്തിലുള്ളത്. മുത്തുനബിന്റെ കൂടെ അൻസാറുകളാണ് കൂടുതലും. അൻസാർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോൾ മുത്തുനബിയെ സ്വീകരിച്ച് എല്ലാം നൽകി സഹായിച്ച ആളുകൾ. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഇട്ട പേരാണ് അൻസാർ. അൻസാറുകളായിട്ട് ഒരു കരാറുണ്ട്. എന്താ കരാറ്? മദീനയിലേക്ക് ആര് ഞങ്ങൾക്കെതിരെ അക്രമം അയച്ചു വിട്ടാലും നിങ്ങൾ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായി ഉണ്ടാകണം. ഓ, അതുണ്ടാകും. അതിലെല്ലാം കരാർ ഒപ്പിട്ടവരാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെല്ലാ രക്ഷയും നൽകും എന്നുള്ള വലിയ കരാർ അവർ നൽകിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് മദീനയുടെ പുറത്താണ്. മദീനയുടെ പുറത്താണ് നമ്മളുള്ളത്. അവരുടെ കരാറ് ഈ സ്ഥലം പെടൂല, കരാറിൽ ഈ സ്ഥലം പെടൂല. അപ്പൊ മദീനക്കാരെ സമ്മതം കിട്ടണം. ഇനിയുള്ള സമരത്തിന്റെ കോലം മാറുകയാണ്.
സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം വാങ്ങാണ്. സ്വഹാബത്തിനെ വിളിക്കുന്നു, മുശാവറ നടത്തുന്നു. സ്വഹാബികളെ മറുപടി കിട്ടാണ്. മുഹാജിറുകളെ പറയാണ്, നബിയെ ഞങ്ങൾ റെഡിയാണ്. മുത്തുനബി വീണ്ടും ചോദിക്കുന്നു, മൂന്നാമതും ചോദിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് മദീനക്കാരെ മറുപടിയാണ് കിട്ടേണ്ടത്. അതേ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പറയുന്നു, നബിയേ ഞങ്ങളതാണ് വിഷയം, ഞങ്ങളുടെ വിഷയത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്ങൾ ഭയപ്പെടേണ്ട നബിയേ. മൂസാ നബിയോട് അവിടുത്തെ ഖൗം പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ മൂസ എന്ന് ഞങ്ങൾ പറയൂല നബിയേ. ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും. തങ്ങളെ ഭയപ്പെടേണ്ട, എന്ത് വേണമെങ്കിലും സഹായം ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ കൂടെ ഉണ്ടാകും, കട്ടക്കുണ്ടാകും, പേടിക്കണ്ട. അൻസാറുകളിൽ നിന്നുള്ള ഈ നേതാവിന്റെ വാക്ക് കേട്ടപ്പോഴാണ് മുത്തുനബി ഇറങ്ങുന്നത്, സ്വഹാബത്ത് ഒരുങ്ങുന്നത്. ൂരത്താർ സ്വഹാബാക്കൾ മഖ്ലൂഖാത്തടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാഹേ. വരുന്ന സമയത്തിൽ ഇകലത്ത് ഓർമ്മ അണോമില്ല. ബലികൾ സൗജാതും പൈന്റൂരി വസിയത്തില്ല. മക്കളോടോ ഭാര്യയോടോ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങാണ് എന്ന് പറഞ്ഞിറങ്ങിയതല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോ എല്ലാം മറന്നിറങ്ങിയവരാണ് സ്വഹാബ. വജാദൂ ബിഅംവാലിഹിം വബാഉ നഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി സ്വലാത്തും വതസ്ലീമുൻ. الخير البريات അവരിറങ്ങി മുത്തുനബിന്റെ കൂടെ. അപ്പുറത്ത് 1250 ആൾ ഇറങ്ങിയിട്ടുണ്ട്. വഴിയിൽ നിന്ന് അബൂ സുഫിയാന്റെ സന്ദേശം എത്തി, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോന്നാൽ ഇനി പോകണ്ടപ്പ, ഇനി മുഹമ്മദിനെ എതിർക്കാനൊന്നും പോകണ്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ 300 ആൾ തിരിച്ചു പോന്നു. 1250 നിന്ന് 300 ആള് റിട്ടേൺ അടിച്ചു. പിന്നെ എത്ര ഉള്ളത്? എത്രയാണ്? 1250 മൈനസ് 300 900. ഇനി അത്രയാണ് പോണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി എന്തിനാ നമ്മൾ തടുക്കുന്നത്? മുഹമ്മദിനെ ഇനി എന്തിനാ എതിർക്കണം? നമ്മുടെ സൈന്യം ഇവിടെ എത്തിയല്ലോ, കച്ചവടം സമ്പത്ത് എല്ലാം സേഫ്റ്റി ആയല്ലോ, ഇനി എന്തിനാ പോണെന്ന് പറഞ്ഞിട്ടാണ് 300 ആള് തിരിച്ചത്. അബൂജഹൽ പറഞ്ഞില്ല, പറ്റൂല, അത് പറ്റൂല, നമ്മൾ അടിച്ചു പൊളിച്ചു പോവാണ്. തുടരമദ്ദളവും മുരശോട് മറുവാച്ചകളും ഭജയോട് തുടികതഫുകളും കിഴിമണി തുടികതാശകളാൽ കൊടുമ പുല്ലുകളും പൂള ചൂളകൾ കൊമ്പ് ചുറ്റുകളാ പൊളിച്ചിട്ട് നമ്മൾ പോകും. ബദറിൽ നമ്മൾ കിടന്ന് ഉറങ്ങി താമസിച്ചിട്ട് ആ മുഹമ്മദിന്റെയും സൈന്യത്തിന്റെയും അവസാനം ഇന്നത്തോടെ നമ്മൾ തീർത്തിരിക്കും. രക്ഷപ്പെട്ടല്ലെന്ന് വേറെ കാര്യം നമ്മൾ നീയത്താക്കി ഇറങ്ങിയിട്ടുണ്ട്. പൂജട ആ ചങ്ങായിന്റെ പിന്നാലെ കുറെ ജാഹിനികളും ഇറങ്ങി പുറപ്പെട്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈന്യവും ഉള്ളത് സുബ്ഹാനല്ലാഹ് 10 ഒട്ടകമാണ് ആകെയുള്ളത്.
ആകെയുള്ളത് 8 വാളാണ് അവരെ കയ്യിലുള്ളത്, 9 കുന്തമാണ് അവരെ കയ്യിലുള്ളത്, 9 പടയങ്കിയാണ് അവരെ കയ്യിലുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇറങ്ങുന്ന ഈ സ്വഹാബികൾ ഈമാനിന്റെ ബലത്തിനാണ്, ഈമാനിന്റെയും തഖ്വയുടെയും മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെയും ബലത്തിനാണ് ഇറങ്ങുന്നത്. അവരെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ വാള് പോലുമില്ല. ആ ഈമാനികമായ ശക്തിയോടുകൂടെ ബദറിലേക്ക് എത്തുകയാണ്. രണ്ടു കൂട്ടരും ബദറിൽ തമ്പടിക്കുകയാണ്. ചരിത്രം ഞാൻ ചുരുക്കാണ്, സമയം പരിമിതമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ക്ഷീണിച്ചവശരായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം അവിടെ എത്തുന്നത്. ഏറെ സങ്കടത്തോടെ വിഷമത്തോടുകൂടെ ക്ഷീണിച്ചവിടെ എത്തി അവർ ഉറങ്ങിപ്പോയി. വല്ലാതെ ഭയപ്പാടുള്ള ഒരാൾക്ക് ഉറക്ക് വരുമോ? വല്ലാതെ ഭയപ്പാടുള്ള ഒരാൾ യുദ്ധമുഖത്ത് ഉറങ്ങുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സൈന്യത്തെ അല്ലാഹു ഉറക്കുകയാണ്. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. ഇദ് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ ലിയുത്ഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ الشيطان وليربط على قلوبهم ويثبت به الأقدام. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കുകയാണ്. ആ ഉറക്കത്തിൽ അവർ സ്കലിക്കുകയാണ്. കുളിക്കാൻ വെള്ളമില്ല നബിയെ, നിർബന്ധമായ കുളിയായിട്ടുണ്ട്. വുളൂ ചെയ്യാനും കുളിക്കാനും വെള്ളം വേണം നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് കൈമലർത്തി, അല്ലാഹുവിലേക്ക് കൈമലർത്തി അവിടെ മഴ വർഷിക്കുകയാണ്. അല്ലാഹ് അനുഗ്രഹം ചെയ്തതാണ്. ആ നാളെ യുദ്ധം നടക്കാനുള്ള നിലം അവിടെ ഒന്ന് പതുങ്ങണം, നല്ല കഥമൊക്കെ ഒന്ന് സ്ഥിരമാകണം, കാല് ഉറച്ചു നിർത്താൻ കഴിയണം. അതിന് പാകപ്പെട്ട രൂപത്തിലൊന്ന് മണ്ണ് പാകപ്പെടണം. അല്ലാഹ് അതിനു വേണ്ടി കൂടിയാണ് മഴ ഇറക്കിയത്. അവരുടെ ക്ഷീണമൊന്നു പോകണം, അവർക്ക് കുളിക്കാൻ വെള്ളം വേണം. ആ വെള്ളത്തിന് വേണ്ടിയിട്ടും കൂടി അല്ലാഹ് പെയ്യിപ്പിച്ച മഴയാണ്. അവരുടെ കയ്യിലുള്ള തോൽപാത്രത്തിലെ വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട്. കുടിക്കാനും കുളിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നതാണ്. അപ്പോഴാണ് അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വെള്ളം സംഭരിച്ചു വെച്ചോ. ഒരു തടയിട്ടുള്ളത് ഇവര് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം പക്ഷത്തിന് അല്ലാഹ് കാണിച്ചു കൊടുത്തത് ചെറുതാക്കിയിട്ടും ശത്രുപക്ഷത്തിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തെ ചെറുതാക്കിയിട്ടും കാണിച്ചു കൊടുക്കാണ്. ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലാ വലൗ അറാകഹും കസീറാ. അവരെ എണ്ണത്തിലേറെ ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നത്തിൽ അവരെ വളരെ ചെറുതായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. വഇദ് യുരീകുമുഹും ഇദ് ഇൽതഖൈതും ഫീ അഅ്യുനികും ഖലീലാ വയുഖല്ലിലുകും ഫീ അഅ്യുനിഹിം ലിയഖ്ദിയല്ലാഹു അംറൻ കാന മഫ്ഊലാ. ഇവിടെ സംഭവം നടക്കണം, അല്ലാഹു ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടപ്പിൽ വരണോ. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ കണ്ണിലും ഈ സൈന്യത്തെ ചെറുതായി അല്ലാഹ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ യുദ്ധം തുടങ്ങാനാണ് ഇവിടെ അല്ലാഹ് വിചാരിച്ചത്, നടക്കാനാണ്. ഇത് യൗമുൽ ഫുർഖാനാണ്. സത്യവും അസത്യവും വേർതിരിക്കാൻ അല്ലാഹ് തീരുമാനിച്ച ദിവസമാണ്. ആദ്യഘട്ടമെന്നോണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് കെട്ടിവെച്ച ആ ഹൗളിൽ നിന്നതാ വെള്ളമെടുക്കാനാണ് കടന്നു വരുന്നത്. വെള്ളം എടുത്തു പോയിക്കോട്ടെ, കുഴപ്പമില്ല, തടയണ്ട എന്ന് മുത്തുനബി. ആദ്യം വരുന്നുണ്ട് ഹക്കീം ബിൻ ഹിസാം, ഖദീജ ബീവിയുടെ കുടുംബക്കാരനാണ്. ശഅബ് ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ താമസിച്ച സമയത്ത് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും. ആ ഖദീജ ഉമ്മക്ക് വേണ്ടി കുടുംബക്കാരനായതുകൊണ്ട് തടഞ്ഞിട്ടില്ല ഹക്കീം ബിൻ ഹിസാമിനെ. ആ ഹക്കീം ബിൻ ഹിസാമാണ് ഇവിടെ വെള്ളെടുക്കാൻ വരുന്നത്. ശത്രുപക്ഷത്താണ് അന്നും.
മുത്തുനബി പറഞ്ഞ് തടയണ്ട, വന്നോട്ടെ, എടുത്തിട്ട് കുടിച്ചിട്ട് പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. പിന്നെ കടന്നു വരുന്നത് അസ്വദാണ്. അസ്വദിന്റെ രൂപവും ഭാഷയും വേറെയാണ്. അവൻ പറയുന്നത് ഹൗദ് ഞാൻ പൊളിക്കുമെന്നാണ്, ഹൗദിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുമെന്നാണ്, ആ ഹൗദ് പൊളിച്ചിട്ട് ഞാൻ പോരുമെന്നാണ്. ഇത് വല്ലാത്തൊരു അഹങ്കാരത്തിന്റെ വർത്തമാനമാണ്, ധിക്കാരത്തിന്റെ വർത്തമാനമാണ്. ഇതങ്ങനെ വിട്ടാ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഇളാപ്പ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സമ്മതം വാങ്ങുന്നു. നബിയേ, നമ്മുടെ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അസ്വദിന്റെ മനസ്സിലുള്ളത്, അവൻ നീ ഹൗദ് പൊളിക്കുമെന്നാണ് വാക്ക്. അവൻ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ നബിയേ, സമ്മതം തരണേ റസൂലേ. സുബ്ഹാനല്ലാഹ്. സഫു നിർത്തിയ കഥയും സവാദ് തങ്ങൾ ചുംബിച്ച കഥയോ അവന് കൊടി കൈമാറിയ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് ഷോർട്ടാക്കി എത്തിച്ചതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാഗത്ത് അടുപ്പം 313 സ്വഹാബികൾ. അവർക്ക് അല്ലാഹു തആല അനുഗ്രഹമായി നൽകി മഴവെള്ളം സംഭരിച്ചു വെച്ചത് തടുക്കാനും പൊളിക്കാനുമാണ് ശത്രുപക്ഷത്തിന്റെ ആദ്യത്തെ നീക്കം. അതങ്ങനെ വിട്ടാ പറ്റൂല എന്ന് മുത്തുനബിയോട് ഹംസത്ത് അവൻ അഹങ്കാരിയാണ്, അവ അഹങ്കാരത്തോടുള്ള വർത്താനാണ്. നബിയേ, ഞാൻ ഇറങ്ങട്ടെ റസൂലേ. അവന്റെ അഹങ്കാരത്തിന്റെ മുന ഞാൻ ഒടിക്കും. ഹബീബായ തങ്ങളോട് സമ്മതം വാങ്ങിയിട്ട് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. ഹംസ ചാടിയടുത്തുട ആരടാ ശുജഅത്തുരതമൈ ഹൗദിൽ നിന്റെ കുടിപ്പവൻ അനഫോദസദുല്ലിലാഹരി. ഹംസ ചാടിയടുത്തുട ആരടാ ശുജഅത്തുരതമൈ ഹൗദിൽ നിന്റെ കുടിപ്പവൻ. ഞാൻ മുറ്റ നബിയുന അവർ എന്റെ ഹൗദടുപ്പതാ. ഞാനിരിക്കവേ ജിന്നുമിൻസിലും നാഗുദിക്കിലുമില്ല പേര്, നാഗുദിക്കിലുമില്ല പേര്. തനമുറ്റൊരു പമ്പനുണ്ടോ കണ്ടിടട്ടെ കുടിപ്പതാ. തനമുറ്റൊരു പമ്പനുണ്ടോ കണ്ടിടട്ടെ കുടിപ്പതായി. തഞ്ചമൂറ്റഹരിന്റെ രാഗിൽ, തഞ്ചമൂറ്റഹരിന്റെ വാക്കിൽ ജവാപുരത്തരിശിപ്പതായി. അനഫോദസദുല്ലിലാഹരി. ഹംസ ചാടിയടുത്തുട ആരടാ ശുജഅത്തുരതമൈ ഹൗദിൽ നിന്റെ കുടിപ്പവൻ. വമുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സിൽവദിൽ മാറടാ. വള്ളൻ നബി മഹമൂദർ ഹൗദിന് വെള്ളം കുടിക്കുന്നു നാരടാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദ് പൊളിച്ചിട്ട് ധൈര്യണ്ടെങ്കിൽ കുടികളാ. അസ്വദിന്റെ നേരെ ഹംസത്തോട് ചാടി വീഴുകയാണ്. ആ ഹംസയുടെ മുന്നിൽ വന്നിട്ട് അസ്വദ് പറയുന്നുണ്ട്, ഹംസേ വേണ്ട കേട്ടോ, എന്റെ നേരെ ഇറങ്ങണ്ട, തടി മണ്ണാക്കണ്ട. ഞാൻ ആരാന്നറിയില്ലേ, ഇന്ന് വരെ ഒരു പോരാട്ടത്തിനും പരാജയപ്പെടാത്തവനാണ് ഞാൻ. എന്റെ നേരെ വരണ്ട. കാണാം നമുക്കെന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള ഭാഷ പോരാട്ടമാണ്. പൊടിപടലങ്ങളെ പടർന്നുപോയി. ആ രണ്ടുപേരുടെയും വാളിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പരിച കൊണ്ടുള്ള തടയല് വരുന്ന മിന്നൽ പിണർപ്പ് പോലെ
അവിടുന്ന് തീപ്പൊരി വാരുന്ന ഒരുപാട് നേരത്തെ സംഘട്ടനം, പരസ്പരം രണ്ടുപേരെയും കാണാത്ത രൂപത്തിൽ വരെ പൊടിപടലങ്ങൾ പൊന്തിപ്പോയി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിയ്യത്തുണ്ട്, ചരിത്രത്തിന് തുല്യതയില്ലാത്ത ഒരു വെട്ടുപെട്ടണോ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വൈര്യമായി മദീനത്ത് പോലും വിളിക്കാനോ ജീവിക്കാനോ അനുവദിക്കാതെ തന്റെ സമ്പത്ത് മുഴുവനും അടിച്ചു പെറുക്കി വിറ്റിട്ട് സമ്പാദിച്ച് മദീന ആക്രമിക്കാൻ ഇറങ്ങിയതിനെ തടുക്കാമെന്നവരാ. ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കൊല ചെയ്യാൻ വരുന്നത്? വെള്ളം കുടിച്ചാലും പോലെ ഹൗദ് പൊടിക്കുമെന്നുള്ള അക്രമമാണ്. എത്രയിട്ടാ ക്ഷമിക്കല്? എത്ര കാലമാ ക്ഷമിച്ചത്? ഇത് റബ്ബിന്റെ ഓർഡറാ. അങ്ങനെ ഇറങ്ങിയതാ. ഹംസത്തോര് ബിസ്മി ചൊല്ലിയിട്ട് ഒന്ന് തള്ളവിരല് ഭൂമിയിൽ അമർത്തിയിട്ട് വാനലോകത്തേക്ക് ഉയർന്നു പോകുന്നു. അസ്വദിന്റെ തലക്കുമീത കാലത്തുമാർ ഉയരത്തിൽ ഇറങ്ങി പൊന്തിയിട്ട് ചാടി പൊന്തിയിട്ട് അസ്വദിന്റെ നടുവിന് കൃത്യമായി മധ്യത്തിൽ ഛേദിക്കുമ്പോൾ തലക്ക് മൂർധാവിലുടങ്ങാഞ്ഞു വെട്ടുന്നു. രണ്ട് കഷ്ണമായി അസ്വദ് നിലം പൊത്തുന്നു. ചുടു ചുടാ ചുടു ചോര ചിന്തി സടകുടഞ്ഞവരങ്ങ് മണ്ടി ഇടുകിടാ പിടയുന്ന പടയണി കണ്ടു പടയങ്കി ഉടനടി ഉടയവൻ പട പൊടി പടർത്തി ബദറതും ലംഘി ബദറതും ലംഘി. എല്ലാം മറന്ന് ഇറങ്ങിയവരാ മുഅ്മിനീങ്ങളെ, ബദരീങ്ങള്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയവരാണ്. എല്ലാം മറന്ന്, ശരീരം മറന്ന്, സമ്പത്ത് മറന്ന് ഇറങ്ങിയവരാണ്. അല്ലാഹ് കൊടുത്ത പവർ എത്രയാണ്! അവരാണ് ബദരീങ്ങള്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, അമ്പിയാക്കൾ കഴിഞ്ഞ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളുകളും മുഅ്മിനീങ്ങളെ കൂട്ടത്തില് ബദരീങ്ങളാണ്. ബദറിൻ കടത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ. കരുത്തായി മാനിന്റെ തിളങ്ങും വീര്യം കൊണ്ട് കവചം പണിതോരാ ബദരീങ്ങൾ. അവരാണ് ബദരീങ്ങൾ, അല്ലാഹുവിന്റെ മഹാത്മാക്കൾ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ മഹാന്മാർ. അവർ അല്ലാഹുവിന്റെ അടുക്കലേറെ സ്ഥാനമുള്ളവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ വരാൻ കഴിയാതെ അങ്ങ് മദീനയിൽ നിന്നവരും ബദരീങ്ങളിൽ പെട്ടുപോയി. ശുഹദാക്കളായി 14 പേരാണ് ആ യുദ്ധത്തിൽ ഞെട്ടറ്റു വീണതെങ്കിലോ അവരെല്ലാത്തവരും ബദറിൽ പങ്കെടുത്തവരും ശുഹദാക്കളാണ്. ഇന്ന ഫിൽ മദീനത്തി റിജാലാ മാ സിറതും മസീറാ വലാ വാദിയാ ഇല്ലാ കാനൂ മഅകും ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. അവരും ബദരീങ്ങളാണ്. മദീനയിൽ നിന്നിട്ട് യുദ്ധത്തിന് വരാൻ കഴിയാതെ മുത്തുനബിന്റെ സമ്മതത്തോടുകൂടെ അവിടെ മദീനയിൽ നിന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങള് പാനയെ ശുശ്രൂഷിക്കാതെ നിന്നതാണ്. സമ്മതത്തോടുകൂടെ നിന്നവരാണ്. അവരും ബദരീങ്ങളിൽ എണ്ണുന്നവരാണ്. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ദിവസം കൊണ്ട് ബദർ പറയാൻ കഴിയില്ല എന്നറിയാലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൈന്യത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ വലിയ സമർപ്പണത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക, ചെറുതായി ഒന്ന് ഓടിച്ചു പോവുക എന്നേ ലക്ഷ്യമുള്ളൂ. അവരുടെ ഈമാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ത്യാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്, അവര് സമർപ്പിച്ച സമർപ്പണമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന ഫീ ദാലിക ലഇബ്റ, നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുണ്ട്. ഞാൻ എന്താ റബ്ബിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചതെന്ന് ചിന്തിക്കാനാണ്. നമ്മളെന്താണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതെന്ന് ചിന്തിക്കാനാണ്. സ്വതക്ക ചോദിക്കുമ്പോ, ദീനിന് വേണ്ടി സംഭാവന ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പണ്ടത്തെ
അന്നത്തെ ഉമ്മമാര് ചിറ്റയച്ചു കൊടുത്തത്, വള അയച്ചു കൊടുത്തത്, മാന സ്വതക്ക ചെയ്തത്, സ്വർണം കൊടുത്തിട്ട് ഇവിടെ പള്ളി കെട്ടിയത് അല്ലാഹുവിന്റെ ദീൻ ഉയർത്താനാ. ആ ബദരീകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളിന്നുണ്ടാകൂല. ഇന്ന് ഞങ്ങളെങ്ങാനും നശിപ്പിക്കപ്പെട്ടവരായി മാറിയാൽ റബ്ബേ, ഞങ്ങളിവിടെ ഇല്ലാതായി പോയാൽ നിന്റെ ദീനിന്റെ സംരക്ഷകരായി പിന്നെ ഒരാളുണ്ടാകൂല. ബദറിന്റെ തലേന്ന് രാത്രി മുത്തുനബിക്ക് പ്രത്യേകമായി തെറ്റ് കെട്ടിക്കൊടുത്ത അരീഷ് എന്ന പള്ളിയുള്ള ഇന്നത്തെ പള്ളിയുള്ള സ്ഥാനത്ത് ഹബീബായ തങ്ങൾ നെറ്റിക്കടം വെച്ച് സുജൂദിന് കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ വിളിച്ചിട്ട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചതാ മുഅ്മിനേ. ഇതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അല്ലാഹുവിലേക്ക് ഖൽബ് നൊന്തിട്ട് മുത്തുനബി സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനത്തിന്റെ ഫലമാണ്, അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത്. കാണുന്ന ഇസ്സത്ത് ബദരീകൾ നേടിത്തന്ന ഇസ്സത്താ. ഒരിക്കലും ഇസ്ലാം അക്രമത്തിലൂടെ വിജയിച്ചതാണെന്ന് ചിത്രീകരിക്കല്ലേ. ഒരുപാട് കാലത്തെ പ്രയാസങ്ങൾ, നീണ്ട 13 വർഷക്കാലത്തെ മക്കയിലെ പീഡനങ്ങൾ മറക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സാമ്രാജ്യം സ്വയം നിലനിൽപ്പ് പോലും ഭീഷണിയായപ്പോൾ അതേ ഒരു ചെറുത്തുനിൽപ്പ് ഏത് രാജ്യത്തിനും